ഇന്ത്യയെ തൊട്ട് കളിക്കാൻ നോക്കുന്ന ശത്രുക്കൾക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാൻ പോകുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി വെറും ഒരു വ്യോമാക്രമണത്തിൽ ഒതുങ്ങില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശത്രുക്കളുടെ ഒളിത്താവളങ്ങളും കമാൻഡ് സെന്ററുകളും നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ശേഷിയുള്ള 500 കിലോ ഭാരമുള്ള തദ്ദേശീയ ബങ്കർ ബസ്റ്റർ ബോംബ് പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. ഇന്ത്യൻ വ്യോമസേനയും DRDOയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത PGB-500 എന്ന ഈ പ്രിസിഷൻ ഗൈഡഡ് ബോംബ് വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ സാക്ഷാൽ സുഖോയ് 30 MKI യുദ്ധവിമാനത്തിൽ നിന്നായിരിക്കും പരീക്ഷിക്കുക. ഈ വാർത്ത പുറത്തു വന്നതോടെ ഏറ്റവും കൂടുതൽ ഭയന്ന് വിറയ്ക്കുന്നത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാനിലും മറ്റ് അയൽ രാജ്യങ്ങളിലുമായി ഭൂമിക്കടിയിൽ അതിശക്തമായ കോൺക്രീറ്റ് ബങ്കറുകൾ ഉണ്ടാക്കി ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഈ ആയുധം തയ്യാറാക്കിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ബിഗ് ബി എന്ന സിനിമയിൽ അതിശക്തമായ ഒരു ഡയലോഗ് ഉണ്ട്, നമുക്കറിയാം. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും എന്ന്. കൃത്യമായി പറഞ്ഞാൽ അതാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഭീകരർക്കും വരാൻ പോകുന്നത്. അവർ ഭൂമിക്കടിയിലെ എത്ര വലിയ കോൺക്രീറ്റ് ബങ്കറുകൾക്കുള്ളിൽ പോയി ഒളിച്ചാലും GPS, INS സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അവിടെ ചെന്ന് കൃത്യമായി പതിച്ച് സർവനാശം വിതയ്ക്കാൻ ഈ ബങ്കർ ബസ്റ്റർ ബോംബിന് സാധിക്കും. ചുരുക്കത്തിൽ ഇന്ത്യ ഒന്ന് ലക്ഷ്യം വെച്ചാൽ പിന്നെ ശത്രുക്കൾക്ക് രക്ഷപ്പെടാൻ പഴുതുകളില്ല എന്ന് സാരം. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടല്ലായ സുഖോയ് 30 MKI വിമാനങ്ങളിൽ നിലവിൽ ബ്രഹ്മോസ്, അസ്ത്ര, രുദ്രം തുടങ്ങിയ ലോകോത്തര മാരകായുധങ്ങളുണ്ട്. ഇതിനൊപ്പം ഈ 500 കിലോയുടെ ബങ്കർ ബസ്റ്റർ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രഹരശേഷി ആർക്കും തടയാനാവാത്ത വിധം വർദ്ധിക്കും. ആദ്യഘട്ടത്തിൽ ബോംബ് യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള കാരേജ് ടെസ്റ്റും തുടർന്ന് ലക്ഷ്യസ്ഥാനത്തുള്ള റിലീസ് ടെസ്റ്റുമാണ് നടക്കുക. ഈ പരീക്ഷണങ്ങൾ വിജയകരമായാൽ ഉടൻ തന്നെ ഇവ വൻതോതിൽ നിർമ്മിച്ച് സായുധ സേനയുടെ ഭാഗമാകും. പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി DRDOയ്ക്കൊപ്പം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും മറ്റ് സ്വകാര്യ കമ്പനികളും ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച അതിവേഗത്തിലുള്ള സ്വാശ്രയത്തിന്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ്. ഇന്ത്യ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുകയും സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിർത്തിയിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ ഈ പുതിയ സൈനിക മുന്നേറ്റം ശത്രു രാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഒന്ന് മാത്രമാണ്: ഇന്ത്യയുടെ ക്ഷമ ദൗർബല്യമല്ല. തിരിച്ചടിച്ചാൽ പിന്നെ ശത്രുക്കൾക്ക് ഒളിക്കാൻ ഒരു ബങ്കർ പോലും ബാക്കിയുണ്ടാകില്ല. ന്യൂസ് ഡെസ്ക് കേരളം.